ഹായ്, ഇന്ന് നമുക്കൊരു എഗ് കറി ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ കുറച്ച് മസ്റ്റർഡ് സീഡ്സും കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് സ്റ്റാർ അനീസിൻ്റെ സിനമൺ, ഫെനൽ സീഡ്സ്, അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതേപോലെ ജിഞ്ചറും. ഇത് ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നു. ദെൻ കുറച്ചൊരു സോൾട്ട്. അതിനുശേഷം ഒരു 1.5 സ്പൂണോളം സാദാ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണോളം ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു സ്പൂണോളം കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് അവിച്ച് വെച്ചിരിക്കുന്ന 4 മുട്ടയോടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോളം 4 ഓളം ഒണിയൻ ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുന്നുണ്ട്. കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൺസ് നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഒരു 3 ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തുകൂടെ ആയി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വേവിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു പിടി പച്ചക്കൊത്തുമല്ലിയും അതിനുശേഷം ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അതും നല്ലോണം ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലൂടെ ഒഴിച്ച് കുറച്ച് നേരം സിമ്മിലൊന്ന് വെച്ചാൽ മുട്ടക്കറി റെഡി. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. ഇടിയപ്പം, ചപ്പാത്തി, അപ്പം, പുട്ട് എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ നൈസ് ഡേ.